ചേട്ടൻ പറഞ്ഞല്ലോ ദുബായ്, പിന്നെ മഴവില്ല്, അങ്ങനത്തെ സിനിമകളൊക്കെ എബ്രോഡാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ എബ്രോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ചേട്ടൻ വരുന്ന ഒരു ചാലഞ്ചസ് എന്തൊക്കെയാണ് അതൊരു ബുദ്ധിമുട്ടുകളായിട്ട് വരിക? എബ്രോഡ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ലാസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയത് ബഹ്റിനിലാണ്. ബഹ്റിനിൽ ടി വി ചന്ദ്രൻ്റെ ഒരു മോഹവലയം എന്ന് മനസ്സിലായി. അത് ഞാൻ അസിസ്റ്റൻറ്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമെന്ന് വെച്ചാൽ ഏതാണ്ട് 50 ദിവസത്തോളം ഷൂട്ട് ചെയ്തു ബഹ്റിനിൽ ഫസ്റ്റ് സിനിമയാണ് ഈ മോഹവലയം എന്ന് പറഞ്ഞത്. ബഹ്റിനിൽ ഷൂട്ടിങ്ങേ ഇല്ല, ഷൂട്ടിങ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ ബഹ്റിനിൽ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ ക്യാമറ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടിയ മരിച്ചു. ഇപ്പം ഈ അടുത്ത കാലത്ത് മരിച്ചുമായിരുന്നു പുള്ളി. എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. രാജേഷേട്ടന് ഞാനും കൂടെ പോയി ഇറങ്ങുന്നു. രണ്ടുപേരും താടി ബാഗൊക്കെ ആയിട്ട് രാത്രി 3 മണിക്ക് ബഹ്റിനിൽ പോയി ഇറങ്ങുന്നു. നമ്മളെ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയിൽ ഒരു ലേഡി വന്ന് വിളിച്ചിട്ട് അകത്തോട്ട് ചെല്ലാൻ പറയുന്നു. എല്ലാം തുറന്നു വയ്ക്കാൻ പറയുന്നു. ക്യാമറ ലെൻസൊക്കെ തുറന്നു വെച്ചു. ഇതിവിടെ ഇരിക്കട്ടെ, നിങ്ങൾ വേറെ ലെറ്റർ കൊണ്ടുവന്നിട്ട് എടുത്തുകൊണ്ടു. രണ്ടുപേരെ കണ്ടതിലൊരു ടെററിസ്റ്റ് ലുക്കുണ്ട്. ഇപ്പോൾ രാജേട്ടനെ കണ്ടാലും ടെററിസ്റ്റ് ലുക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ പിടിച്ചിട്ട് ഞങ്ങൾ ഫോൺ ചെയ്തു. രാത്രി 3 മണിക്കൊന്നും ആരും നമ്മളെ റിസീവ് ചെയ്യാനൊന്നും വരില്ല എന്ന് നമുക്കറിയാം. 6 മണി കഴിയാതെ ആരും വരത്തില്ല. ഇത് ബഹ്റിനിലൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിറ്റേ ദിവസം ലെറ്റർ കൊണ്ടുപോയിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ബഹ്റിനിൽ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോഹവലയായിരിക്കും, ടി വി ചന്ദ്രൻ്റെ പടമായിരിക്കും. പക്ഷേ ഫോറിനിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഒറ്റയ്ക്കാണ്. പക്ഷേ എല്ലാവരും നമ്മുടെ ഡാൻസ് മാസ്റ്റർ വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫറുണ്ട്, സൗണ്ടിൻ്റെ കക്ഷിയുണ്ട്, മേക്കപ്പ് മാന് സലീം എന്ന് പറഞ്ഞ കക്ഷി, എല്ലാവരും നമ്മളെ വളരെ സഹായിച്ചു ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്യാനും എല്ലാത്തിനും. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള രാജ്യത്ത് പോകുമ്പോഴുള്ള അതിനൊരു ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓസ്ട്രിയ ജർമ്മനിയൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ക്യാമറയുടെ മുമ്പിൽ കൂടെ ആരും പാസ് ചെയ്യില്ല, ഒന്ന് അവിടെ നിൽക്കും. നമ്മുടെ ആൾക്കാരെ പോലെ അല്ല, എല്ലാവരും അതിൻ്റേതായ നമുക്ക് റെസ്പെക്റ്റ് തരും, എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിനിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധമുള്ള സെറ്റപ്പുകൾ ഉള്ളിടത്തേ നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ മഴവിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയത് ഏതാണ്ട് 40-45 ദിവസം ഷൂട്ട് ചെയ്തു മഴവിൽ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ 4-5 പടം ഫോറിനിൽ പോയി ഷൂട്ട് ചെയ്തായിരുന്നു. ലവ് ഇൻ സിംഗപ്പൂർ ഷൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ കുറേ ഷൂട്ട് ചെയ്തായിരുന്നു.